ഹായ്. അപ്പോൾ നമ്മുടെ സിനിമാ ഷൂട്ട് സംബന്ധിച്ച് ഏകദേശം ഒരു മാസമായി ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് നമുക്ക് ഭാരതപ്പുഴയിൽ മുങ്ങി കുളിക്കാൻ പറ്റില്ല. അപ്പോൾ 30-ാം ദിവസമായി ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോരാത്തതിന് എൻ്റെ അവസാന ദിവസം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ അവസാന ദിവസമാണ് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഭാരതപ്പുഴയുടെ അടിത്തട്ടിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അടിത്തട്ടിൽ ഇതാ ഒന്ന് അല്ലേ ശരിക്കും ഒന്ന് നോക്കി ഒന്ന് കാണിച്ചു കണ്ടോ. ശരിക്കും മഴക്കാലമൊക്കെ വരുമ്പോൾ അപ്പോൾ ഭാരതപ്പുഴ അടിത്തട്ടിൽ കണ്ണീര് വെച്ച പോലെയായി ഭാരതപ്പുഴയിലെ വെള്ളം. അപ്പോൾ ഇന്ന് നിളാനദിയിൽ ഇറങ്ങിയാണ് കുളിക്കാം, നീരാടാം എന്ന് ഉദ്ദേശിച്ച്. അപ്പോൾ നമ്മുടെ ക്യാമറമാനായിട്ടുള്ള ബഷീർ പർദേശി ആണ് ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുളിസീനൊന്ന് നമുക്കൊന്ന് പകർത്താം. ഓക്കെ അല്ലേ ബഷീർ? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാ നിളാനദിയിലെ അടിത്തട്ടിലെ ഉണ്ടാവും കണ്ണീര് പോലത്തെ വെള്ളവും നല്ല ക്രിസ്റ്റൽ ആയിട്ടുള്ള മണലും ചെറിയ ചെറിയ കക്കകളും മുത്തിച്ചിപ്പുകളും വരെ നമുക്ക് കാണാം. ഇതാണ് നിളാനദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അടിപൊളി. ഭാരതപ്പുഴയുടെ അടിത്തട്ടിലാണ് ഇന്നത്തെ കുളി. 30 ദിവസം ഇവിടെ എത്തിയിട്ട് ഇതുവരെ ഒന്നും ഭാരതപ്പുഴയിൽ ഇറങ്ങി മുങ്ങി കുളിക്കാൻ പറ്റില്ല. അടിത്തട്ടിലെ അടിപൊളി കുളിസീൻ, വെരി ഗുഡ്. ഈ ഒരു വൈബൊന്നും നമുക്ക് ഒരിക്കലും കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു കുളി നമുക്ക് അടിപൊളി കുളിയാക്കാം. വെള്ളം വളരെ കുറവാണ്. വളരെ കുറവെന്നാണ് ഭാരതപ്പുഴയിലെ കുളിയാണ് ഇന്നത്തെ നീരാട്ട്. അടിപൊളി നീരാട്ട്. കുളി എൻജോയ് ചെയ്യാൻ ഞാൻ റെഡിയായി. ഓക്കെ, ബഷീർക്ക അടിപൊളിയായിട്ട് ക്യാമറ. എനിക്ക് തോന്നുന്നു ഈ ശരിക്കും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-50 ഇരട്ടി അല്ലേക്കാ, 10-50 ആള് അടിപ്പൊക്കത്തിലായിരിക്കും വെള്ളം പോണേ. പക്ഷെ ഇപ്പം ഞാൻ അടിത്തട്ടിൽ കിടന്നാണ് എൻ്റെ കുളി. നമുക്കൊന്ന് ശരിക്കും മുങ്ങാൻ പോലും വെള്ളമില്ല. പക്ഷെ എന്നാലും ഇത് ഒരു എന്താ പറയുക 2025 എന്നെ സംബന്ധിച്ചുള്ള ഒരു സൂപ്പർ വൈബ് തന്നെയാണ്. അപ്പം ഞാൻ മുങ്ങാങ്കുഴി ഇടാൻ പോകുന്നു. റെഡി? അടിപൊളി. ഇനി ഒരിക്കലും ചിലപ്പോൾ ഈ ഭാരതപ്പുഴയുടെ അടിത്തട്ടിലൊന്നും ഇങ്ങനെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേക്കാ. സൂപ്പർ 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 വ്യൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഭാരതപ്പുഴ അടിത്തട്ടി കിടന്ന് നീന്തണെന്നാണ് കേട്ടോ. അതും ഭയങ്കര പ്രയാസം തന്നെയാണ്. കാരണം വെള്ളമില്ല. ഇതുണ്ടോ, ഞാൻ എവിടെ കിടന്ന് നീന്താനാണ്. അപ്പോൾ ഒന്നുകൂടെ മുങ്ങാങ്കുഴി അടിപൊളി വൈബ് കൂടിയാണ് ഭാരതപ്പുഴ അടിത്തട്ടിൽ വിത്ത് തൊമ്മനും ബഷീർ പരദേശിയും കൂടി. Adik sake.